നമസ്കാരം. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏത് മഹാക്ഷേത്രങ്ങളിലും വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ദർശനം നടത്താം. അത് ആരായാലും, എത്ര VIP ആയാലും VVIP ആയാലും സാധാരണക്കാരനായാലും പാവപ്പെട്ടവനായാലും വിശ്വാസപ്രകാരം ദർശനം നടത്താം. അതുപോലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ഒരു നിയമം മാത്രമേ ഉള്ളൂ. അത് ആ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ആർക്കും അവിടെ ദർശനം നടത്താം. അപ്രകാരം ഒരു ദർശനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ നടത്തിയത്. അദ്ദേഹം ദുബായിൽ എവിടെയോ ബിസിനസ്സോ മറ്റോ കാര്യങ്ങളോ എന്തോ ചെയ്യുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ലണ്ടനിലും അമേരിക്കയിലുമൊക്കെ പോകുമ്പോൾ തിരിച്ച് UAE ഇറങ്ങി മകനെ കൂടി കണ്ടിട്ടേ അവിടെ ഒരാഴ്ച വിശ്രമിച്ചിട്ടേ വരാറുള്ളൂ എന്നും വാർത്തകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ആ മുഖവും വിവേക് കിരണിൻ്റെ മുഖവും ഒന്നും അത്ര സുപരിചിതമല്ല. എന്നിട്ടും വിവേക് കിരൺ ദർശനം നടത്തുന്ന സമയത്ത് അവിടെ ചില മാധ്യമങ്ങൾ ഓടിയെത്തുകയും അദ്ദേഹത്തിൻ്റെ ചിത്രം പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ ചിത്രങ്ങളൊക്കെ ക്ഷേത്ര ഭാരവാഹികൾ ഇടപെട്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള ചില വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ട്. ഇദ്ദേഹം അവിടെ എത്തുന്ന സമയം കൃത്യമായി തന്നെ ആരോ ചോർത്തി കൊടുത്തതാണ് എന്ന കാര്യവും കേൾക്കുന്നു. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസം പാടില്ല എന്നൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ, മകളും ഭാര്യയും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേക വഴിപാടുകൾ കഴിച്ചതും നേരത്തെ വാർത്തയായിരുന്നു. ആ ഒരു സമയത്തും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ കാടാമ്പുഴയിൽ പൂമൂടൽ വഴിപാട് നടത്തി. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ ബന്ധുക്കളോടും സ്വന്തക്കാരോടുമൊപ്പം ദർശനം നടത്തി. അത് വലിയ തോതിൽ CPM-ൽ നിന്ന് തന്നെ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശ്വാസപൂർവ്വം ദർശനം നടത്തുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ ഒരു സമയത്താണ് മുൻ DGP-യും സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ TP സെൻകുമാർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് സെൻകുമാർ പറയുന്നു. മകനും കുടുംബവും ഗുരുവായൂരപ്പനെ ദർശിച്ചു മടങ്ങി. ദർശനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും വോട്ടെണ്ണൽ 4-ാം തീയതി ആയിരിക്കുന്ന ഈ സമയത്ത് ചർച്ചാ വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ അനുഗ്രഹിക്കണേ എന്നുള്ള, അച്ഛന് വിജയം നേടാൻ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കാം ചിലപ്പോൾ വിവേക് കിരൺ നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എവിടെയായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ മകനോട് ചോദിച്ചാൽ മതി കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. മകൻ കൃത്യമായി അഭിപ്രായം പറയും എന്നാണ് സെൻകുമാർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ. അദ്ദേഹമൊത്ത് പല പ്രാവശ്യം ഇദ്ദേഹം ഡോക്ടർ സെൻകുമാർ ശബരിമലയിൽ ദർശനം നടത്തിയ കാര്യങ്ങളും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ നേതാക്കളുടെ മക്കൾ എന്തുകൊണ്ട് ദൈവവിശ്വാസികളായി മാറുന്നു എന്ന ചോദ്യവും ഡോക്ടർ സെൻകുമാർ ഉന്നയിക്കുന്നു. അത് ആദ്യം അവരെന്ന് ചർച്ച ചെയ്യട്ടെ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും MA ബേബിയും അതുപോലെ AA റഹീമും ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. തങ്ങളുടെ പാർട്ടി നേതാക്കളുടെ മക്കൾ എന്തുകൊണ്ട് ഹിന്ദു ഈശ്വര വിശ്വാസികളായി മാറുന്നു എന്നുള്ളത്. ഈ വൈരുദ്ധാത്മക ഭൗതികവാദവും അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ള സങ്കല്പവും ദൈവത്തെ തന്നെ മാറ്റിവെക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ദൈവങ്ങളുടെയൊക്കെ ലിസ്റ്റിൽ ഹിന്ദു ദൈവങ്ങൾ മാത്രമേ പെടുകയുള്ളൂ. മറ്റ് മതങ്ങൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളാണ്. അത് മുസ്ലിം മതവിശ്വാസപ്രകാരവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസപ്രകാരവുമുള്ള ആളുകളൊക്കെ തന്നെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളാണ്. അവരെയൊക്കെ തന്നെ അംഗീകരിക്കും. ഇവിടെ ഗണപതി ഹോമം നടത്തുന്നതിനെ വിലക്കുള്ളൂ. നിസ്കരിക്കുന്നതിനും അതുപോലെ തന്നെ മാമോദിസ മുക്കുന്നതിനും ഒന്നും വിലക്കില്ല. ഇതൊരു തരം പ്രത്യേക വൈരുദ്ധ്യാത്മക ഭൗതികവാദവും പ്രത്യേക ദൈവ മില്ലായ്മയും ഒക്കെയാണ്, അല്ലെങ്കിൽ ദൈവ നാസ്തികവാദവുമൊക്കെയാണ്. എന്തായാലും മക്കളൊക്കെ തന്നെ കൂടും കുടുക്കുകയും എടുത്ത് ക്ഷേത്രത്തിൽ പോവുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശയനപ്രദക്ഷിണം നടത്തുന്നു. തഞ്ചാവൂർ പോകുന്നു, ഗുരുവായൂർ പോകുന്നു. മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് പോകുന്നു, ഭാര്യ പോകുന്നു, വഴിപാട് നടത്തുന്നു. ഒക്കെ തന്നെ കാണേണ്ടി വരുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ, അത് പിണറായി ആകട്ടെ ആരുമാകട്ടെ, ഗോവിന്ദനാകട്ടെ ആരുമാകട്ടെ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ എന്ന് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തുകൊണ്ട് മക്കളും വേണ്ടപ്പെട്ടവരും ദൈവവിശ്വാസികളായി മാറുന്നു. കമ്മ്യൂണിസം എന്നത് ദൈവത്തിന് എതിരാണ്, അതായത് ഹിന്ദു ദൈവങ്ങൾക്ക് എതിരാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധം മക്കളും മരുമക്കളുമൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസവും പിടിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം, യാഥാർത്ഥ്യം കുടുംബക്കാരും മക്കളും മരുമക്കളും തിരിച്ചറിയുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പൊതുവായ സ്വഭാവങ്ങൾ, അതായത് കുടുംബക്കാർ അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നതിന്
കുഴപ്പമില്ല. പക്ഷേ പാർട്ടി സഖാക്കളോ വേണ്ടപ്പെട്ടവരോ ഗണപതി ഹോമം കഴിക്കുകയോ ഹിന്ദു വിശ്വാസപ്രകാരം എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വള്ളത്തിൽ കാലുവയ്ക്കുന്ന പരിപാടി എം.വി. ഗോവിന്ദൻ മാഷും പിണറായി വിജയനുമൊക്കെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്.